നമ്മൾ കാണാൻ പോകുന്നത് ഫോഴ്സസ് ഇൻ ദ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് ഏതൊക്കെ ഫോഴ്സസ് ആണ് ഉള്ളത്. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസിന് നമ്മൾ ന്യൂക്ലിയോൺസ് എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, പിന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്നാണ് പറയുക. മെയിനായിട്ട് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആണുള്ളത്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്തുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം 2 പ്രോട്ടോൺസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ വരും അല്ലേ. രണ്ടിനും പോസിറ്റീവ് ചാർജാണുള്ളത്. സോ ദർ വിൽ ബി ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ്. ന്യൂട്രോൺസിനിടയ്ക്ക് റിപ്പൾഷൻ ഉണ്ടാവില്ല, കാര്യം ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. അതുകൊണ്ട് ന്യൂട്രോൺസിനിടയ്ക്ക് റിപ്പൾഷൻ ഉണ്ടാവില്ല. പക്ഷേ ഈ 2 പ്രോട്ടോൺസിനിടയ്ക്ക് റിപ്പൾഷൻ ഉണ്ടായിട്ട് പോലും ന്യൂക്ലിയസ് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. സോ അതെന്ത് ഫോഴ്സാണ് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസിനെ ഒരുമിച്ച് നിർത്തുന്നത്, അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ദർ ഈസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയോൺസ്. ഈ ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും എക്സീഡ് ചെയ്യുന്ന ന്യൂക്ലിയസുകൾ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഉണ്ട്. അതുപോലെ പൈ മെസോൺസ് കാരണം അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്. അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കും. ഇനി തിരിച്ചാണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സാണ് കൂടുതലെങ്കിൽ ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് റേഡിയോ ആക്റ്റീവ് ആവുന്നത് അത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു മെത്തേഡാണ് N/P റേഷ്യോ എന്ന് പറയും നമ്മൾ. ഓക്കെ, N എന്ന് വെച്ചാൽ ന്യൂട്രോൺ, ന്യൂട്രോണിൻ്റെ എണ്ണം, P എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം. സോ ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ, ഇതാണ് N/P റേഷ്യോ. N/P റേഷ്യോയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഒരു ന്യൂക്ലിയസ് റേഡിയോ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ 20 വരെ, അതായത് കാൽഷ്യം വരെയുള്ള എലമെൻറ്റ്സിന് N/P റേഷ്യോ 1 ആണെന്ന് കണ്ടെത്തി. അതായത് അവരുടെ ന്യൂട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ കാർബൺ 612 ആണ് അല്ലേ. 6 പ്രോട്ടോൺ 6 ന്യൂട്രോൺ. സോ 6/6 1 എന്ന് വരും. ഓക്കെ, ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ 816 ആണ്. 8 പ്രോട്ടോൺ 8 ന്യൂട്രോൺ. സോ 8/8 = 1 എന്ന് വരും. സോ നമുക്കൊരു കാൽഷ്യം വരെയുള്ള ആൾക്കാർക്ക് N/P റേഷ്യോ 1 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. സോ ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ എടുക്കുമ്പോഴേക്കും നമുക്ക് 1 എന്ന് വരും. അതിന് മുകളിലേക്കുള്ള എലമെൻറ്റ്സിന് ന്യൂട്രോണിൻ്റെ എണ്ണം ഒരു അല്പം കൂടുതലായിരിക്കും. അതാണ് അവർക്ക് നല്ലത്. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടാൻ നല്ലതാണ് അവർക്ക്. കാര്യം പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുന്തോറും റിപ്പൾസീവ് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും. സോ അവർ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു ഇച്ചിരി എക്സീഡ് ചെയ്ത് നിന്നാൽ മാത്രമേ അവർക്ക് സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ന്യൂട്രോണിൻ്റെ എണ്ണം ഇച്ചിരി കൂടുതലായിരിക്കും ദാൻ പ്രോട്ടോൺ. സോ അപ്പോൾ നമുക്ക് 1-നേക്കാളും ഒരു അല്പം മുകളിലേക്ക് കയറും N/P റേഷ്യോ. അങ്ങനെ കൂടി യുറേനിയം എത്തുമ്പോൾ 92, അറ്റോമിക് നമ്പർ 92 എത്തുമ്പോഴേക്കും 1.6 ആണ് N/P റേഷ്യോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം. ആദ്യം തുടങ്ങുമ്പോൾ രണ്ടും ഈക്വലാണ്. സോ നമുക്കിത് ഇങ്ങനെ വരും. ഒരു 20 കഴിയുമ്പോഴേക്കും പിന്നെ കൂടി തുടങ്ങും. ശരിക്കും 1 തന്നെ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകണമായിരുന്നു. ഇതിങ്ങനെ കൂടി തുടങ്ങും, മുകളിലേക്ക് പോയി തുടങ്ങും. ഓക്കെ, 92 ഒക്കെ ആകുമ്പോഴേക്കും ഒരു 1.6 വന്നിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഭാഗത്ത് എന്താണ്, ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ എണ്ണം ഈക്വലാണ്. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നിട്ട്. പിന്നെ അത് കഴിയുമ്പോഴേക്ക് എന്താണ്, ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലാണ് ദാൻ പ്രോട്ടോൺ. അതുകൊണ്ടാണ് മുകളിലേക്ക് കയറിയത്. ന്യൂട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണത്തെക്കാളും കൂടുതലാണ്. സോ ഇങ്ങനെ കയറിപ്പോകും. ഈക്വൽ ആയിരുന്നെങ്കിൽ ഇതുപോലെ പോകേണ്ടിയിരുന്നു. പക്ഷേ അല്പം കൂടുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഗ്രാഫ്. ഇനി ഇതാ മറ്റൊരു ഗ്രാഫ്, N/P വേഴ്സസ് P. N/P റേഷ്യോയും അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും തമ്മിൽ ഗ്രാഫ്. ഓക്കെ, ആദ്യത്തെ 20 വരെ N/P റേഷ്യോ 1 ആണ്. അത് കഴിയുമ്പോൾ അത് മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറി മാക്സിമം അപ് ടു 1.6 വരെ. ഈ 2 ഗ്രാഫിൽ ഈ ഗ്രാഫിൻ്റെ ആ പ്ലോട്ടിൽ ആ ലൈനിലാണ് കിടക്കുന്നതെങ്കിൽ അവർ സ്റ്റേബിൾ ആയിരിക്കും. ഈ ഗ്രാഫിൻ്റെ മുകളിലോട്ടോ താഴത്തേക്കോ ഇറങ്ങിയാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ N/P റേഷ്യോ കിടക്കുന്നതെങ്കിൽ അവർ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. സോ N/P റേഷ്യോ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുക, അപ് ടു 20 N/P റേഷ്യോ 1 ആണെങ്കിൽ, അപ് ടു 20 അറ്റോമിക് നമ്പറിന് ഉള്ളിലുള്ള ഒരു എലമെൻറ്റിൻ്റെ N/P റേഷ്യോ 1 ആണെങ്കിൽ അവർ സ്റ്റേബിളാണ്. ഇനി 20-ന് മുകളിൽ അറ്റോമിക് നമ്പർ വരുന്ന ആൾക്ക് N/P റേഷ്യോ 1.6-ന് താഴെ ഏകദേശം അവരൊരു റേഞ്ചിൽ വരുവാണെങ്കിൽ അവർ സ്റ്റേബിളാണ്. നമ്മുടെ ഗ്രാഫിന് മുകളിലോ താഴെയോ ആയിട്ട് പോവുകയാണ്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ, നമ്മുടെ ലൈനിൽ വീഴില്ല. ഗ്രാഫിൻ്റെ ലൈനിൽ വീഴാതെ അതിന് മുകളിലേക്കോ താഴത്തേക്കോ മാറിയാണ് ഇവർ കിടക്കുന്നതെങ്കിൽ അവർ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതാണ് N/P റേഷ്യോ വെച്ചിട്ട് പറയാനുള്ളത്. ഇനി ഇവരിങ്ങനെ
സ്റ്റേബിൾ അല്ല, റേഡിയോ ആക്റ്റീവ് എന്നല്ല, അവർ സ്റ്റേബിൾ അല്ല എന്ന് നമുക്ക് പറയാം. റേഡിയോ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും സ്റ്റേബിൾ ആയിരിക്കില്ല. സോ അവർ ഡീക്കേ ചെയ്യും. ഇത് തന്നെ റേഡിയോ ആക്റ്റീവ് തന്നെയാണ്, ഡീക്കേ ചെയ്യും. അവർ ഡീക്കേ ചെയ്ത് നമുക്ക് റേഡിയോ ആക്റ്റീവ് എന്ന് തന്നെ പറയാം കേട്ടോ. ഇവർ N/P റേഷ്യോ നമ്മുടെ ഗ്രാഫിൽ വീണില്ല എന്നുണ്ടെങ്കിൽ അവർ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. റേഡിയോ ആക്റ്റീവ് ആകുമ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ ഡീക്കേ ചെയ്യും, ഡീക്കേ ചെയ്ത് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഡീക്കേ ചെയ്യാൻ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. നമ്മളതിനെ മോഡ്സ് ഓഫ് ഡീക്കേ എന്നാണ് പറയുക. ഓക്കെ, പല രീതിയിൽ അവർക്ക് ഡീക്കേ ചെയ്യാം. ഓക്കെ, N/P റേഷ്യോ കൂടുതലാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഗ്രാഫിൻ്റെ നമ്മുടെ ഈ രണ്ട് ഗ്രാഫിൽ ഒന്നുകിൽ ഈ ഭാഗത്താണ് വീഴുന്നതെങ്കിൽ N/P റേഷ്യോ കൂടുതലായിരിക്കും. ഈ ഗ്രാഫ് വെച്ച് നോക്കാം നമുക്ക്. ഈ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഈ ലൈനിൽ വരണം. അങ്ങനെ വരാതെ ഈ ഭാഗത്താണ് നമ്മുടെ എലമെൻറ്റിൻ്റെ N/P റേഷ്യോ വരുന്നതെങ്കിൽ N/P റേഷ്യോ ഈസ് ഹയർ ദാൻ ദാറ്റ് വി എക്സ്പെക്റ്റ്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ രണ്ട് മാർഗ്ഗങ്ങളാണ് ഉള്ളത്. നമുക്കല്ല, ആ ന്യൂക്ലിയസിന് രണ്ട് മാർഗ്ഗങ്ങളാണ് സ്റ്റേബിൾ ആവാനായിട്ട് ഉള്ളത്. ഓക്കെ, ഡീക്കേ നടന്ന് റേഡിയോ ആക്റ്റീവ് ഡീക്കേ ചെയ്ത് സ്റ്റേബിൾ ന്യൂക്ലിയസ് ആവാൻ വേണ്ടി രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടും നമുക്ക് നോക്കാം. അതിൽ നമുക്കൊന്ന് നോക്കാം. N/P റേഷ്യോ കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ന്യൂട്രോണിൻ്റെ എണ്ണമായിരിക്കും കൂടുതൽ അല്ലേ. N/P റേഷ്യോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഹൈ ആയിരിക്കും. സോ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. സോ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോണിൻ്റെ എണ്ണം കുറയുക, എന്നാൽ മാത്രമേ അവർക്ക് സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം എന്താണ്? കൂടുതലുള്ള ന്യൂട്രോണിനെ അങ്ങ് എമിറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ന്യൂട്രോൺ എമിഷൻ. അപ്പോൾ ഒന്നാമത്തെ ഈ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ എമിഷനാണ്. നമ്മുടെ ന്യൂക്ലിയസിനകത്ത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ആ ന്യൂട്രോണിനെ അങ്ങ് എമിറ്റ് ചെയ്ത് കളയുക. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ്. ന്യൂട്രോണിന് ഭയങ്കര ബൈൻഡിങ് എനർജിയാണ്. നമുക്കത് ബൈൻഡിങ് എനർജി എന്താണെന്നൊക്കെ നമ്മൾ പറയും. ന്യൂട്രോണ് വളരെ സ്ട്രോങ് ആയിട്ട് ഹെൽഡ് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് ന്യൂക്ലിയസിനകത്ത്. സോ അങ്ങനെ നിൽക്കുന്ന ഒരു ന്യൂട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് കളയുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. നമ്മൾ അത്രയും എനർജി അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് ആ ന്യൂട്രോണിൻ്റെ ആ ബൈൻഡിങ് വിടുത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ട് ഹെൽഡ് ചെയ്യപ്പെട്ടൊരു ന്യൂട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്ത് കളയാന്ന് പറഞ്ഞാൽ വളരെ എനർജി ആവശ്യമുള്ളൊരു പ്രോസസ്സാണ്. സോ അതുകൊണ്ടത് അത്ര കോമൺ അല്ല. പക്ഷെ ക്രെപ്റ്റോൺ അങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ക്രെപ്റ്റോൺ 3687 അതിൻ്റെ ഒരു ന്യൂട്രോണിനെ കളഞ്ഞിട്ട് ക്രെപ്റ്റോൺ 3686 ആയിട്ട് മാറുന്നുണ്ട്. സോ ഇവിടെ നമുക്കിപ്പോൾ N/P റേഷ്യോ കുറയും. ഇവിടെ 87 ഇവിടെ 30 ഇവിടെ നമ്മൾ ഇവിടുത്തെ ന്യൂട്രോണിനേക്കാൾ ഒരെണ്ണം കുറവല്ലേ ഇവിടെ. സോ N/P റേഷ്യോ ഇവിടെ കുറവായിരിക്കും. ഈ പ്രോഡക്റ്റിന് N/P റേഷ്യോ കുറവായിരിക്കും. സോ അത് വളരെ റെയറാണ്, എനർജറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട്. പക്ഷേ വളരെ കുറച്ച് എക്സാമ്പിളുകൾ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു മാർഗ്ഗം. ഇനി അടുത്ത മാർഗ്ഗം ബീറ്റ എമിഷനാണ്. ബീറ്റ എമിഷൻ നമ്മൾ കഴിഞ്ഞ അസൈൻമെൻറ്റിൽ ഒരു ചോദ്യം ഇട്ടിരുന്നു അല്ലേ, ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ല, എന്നിട്ട് എങ്ങനെയാണ് ബീറ്റ എമിഷൻ നടക്കുന്നത്? ബീറ്റ ഈസ് സിമിലർ ടു ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ അതിൽ പലരും ആൻസർ അയച്ചിരുന്നു. ഒരു ന്യൂട്രോൺ, ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്നിട്ട് ഈ ഇലക്ട്രോണാണ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത് ബീറ്റയായിട്ട്. നമ്മളത് പറഞ്ഞിരുന്നു. സോ അതേ പ്രോസസ്സ് ഇവിടെ നടക്കുകയാണ്. എക്സസ് ആയിട്ട് വരുന്ന ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രിനോ ഈസ് ഓൾസോ എ സബ് അറ്റോമിക് പാർട്ടിക്കിൾ, ന്യൂട്രിനോയുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം കുറഞ്ഞു, പ്രോട്ടോണിൻ്റെ എണ്ണം കൂടി. ഓക്കെ, നമ്മുടെ ഈ റേഷ്യോയിൽ ന്യൂമറേറ്റർ കുറഞ്ഞു, ഡിനോമിനേറ്റർ കൂടി. സോ നമ്മുടെ റേഷ്യോ എന്ത് പറ്റും? നമ്മൾ ഹൈ ആയിരിക്കില്ല, കുറച്ചുകൂടെ ലോ ആകും. ന്യൂമറേറ്റർ കുറയുമ്പോഴേക്കും നമ്മുടെ റേഷ്യോ ചെറുതാകും, ഡിനോമിനേറ്റർ കൂടിയാലും നമ്മുടെ റേഷ്യോ ചെറുതാകും. സോ ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ ഒരെണ്ണം കുറയും, എന്നിട്ട് പ്രോട്ടോണിൻ്റെ ഒരെണ്ണം കൂടും. സോ N/P റേഷ്യോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലേക്ക് വന്ന് വീഴും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് കാർബൺ 14. C614 നിങ്ങളിത് വെച്ച് കമ്പയർ ചെയ്യണം. 6s14 ഒരു ന്യൂട്രോണാണ് വിടുക. ഓക്കെ, ഒരു ന്യൂട്രോൺ ഡിവൈഡ് ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറുക ചെയ്യുക. ഓക്കെ, അപ്പോൾ 6s14 ഒരു ന്യൂട്രോൺ ഡിവൈഡ് ചെയ്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ന്യൂട്രിനോയും ആകും. അതിൽ ഇലക്ട്രോൺ 8 ഉണ്ട്, ന്യൂട്രിനോ 8 ഉണ്ട്. ആ പ്രോട്ടോൺ ഇവിടെ നമ്മൾ എലമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ 7 - 1 6, 14 + 0 14. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ന്യൂട്രോൺ ഡിവൈഡ് ചെയ്ത് ഇവിടുത്തെ പ്രോട്ടോൺ, ആ പ്രോട്ടോൺ നമ്മൾ എലമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ചേർത്താണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു ബീറ്റ പ്ലസ് ഒരു ന്യൂട്രിനോ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ 6 പ്രോട്ടോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ വന്നപ്പോൾ അത് 7 പ്രോട്ടോണായി. സോ ഒരു പ്രോട്ടോൺ കൂടി. ഓക്കെ, ഇവിടുത്തെ ഒരു ന്യൂട്രോൺ മാറി. സോ മാസ് നമ്പർ ഒരെണ്ണം കുറയണം. പക്ഷേ ഒരു പ്രോട്ടോൺ ഇവിടെ ആഡ് ചെയ്യപ്പെട്ടു. സോ അതുകൊണ്ട് മാസ് നമ്പർ വ്യത്യാസം വരുന്നില്ല.
ഒരു ന്യൂട്രോൺ പോകുമ്പോഴേക്കും അവിടെ മാസ് നമ്പർ ഒന്ന് കുറയേണ്ടതാണ്. പക്ഷെ നമുക്കിവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടായി. സോ മാസ് നമ്പർ വീണ്ടും ഒന്ന് കൂടുകയല്ലേ ചെയ്യുക. സോ അത് 14 ആയിട്ട് തന്നെ നിൽക്കും, വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ന്യൂട്രോണിന് ഒരു മാസ് നമ്പർ, ഇവിടെ വന്നപ്പോഴും പ്രോട്ടോണിന് ഒരു മാസ് നമ്പർ ഉണ്ട്. ടോട്ടൽ മാസ് നമ്പർ 1 ഉണ്ട് നമുക്കിവിടെ. ഓക്കെ, സോ മാസ് നമ്പർ ചേഞ്ച് വരില്ല. പക്ഷേ അറ്റോമിക് നമ്പർ പ്രോട്ടോൺ ഉണ്ടായത് കാരണം അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്തു. സോ ഈ എക്സാമ്പിൾ ഓർക്കണം. സോ അങ്ങനെ ഈ ഉണ്ടായ ഈ ബീറ്റ പുറത്തേക്ക് എമിറ്റ് ചെയ്ത് കളയും. സോ ഇവിടെ നമുക്കൊരു ന്യൂട്രോൺ കുറഞ്ഞിട്ട് ഒരു പ്രോട്ടോൺ കൂടി. അപ്പോൾ അത് കാരണം നമുക്ക് N/P റേഷ്യോ ഹൈ ആയിട്ടുള്ള N/P റേഷ്യോയെ ലോ ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 മാർഗ്ഗങ്ങളാണ് N/P റേഷ്യോ കൂടുതലാണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ഉള്ളത്. ഇനി നമുക്ക് N/P റേഷ്യോ കുറവാണെങ്കിൽ എങ്ങനെ കൂട്ടാം എന്നാണ്. ഓക്കെ, നമ്മുടെ ഗ്രാഫിൻ്റെ താഴ്ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ N/P റേഷ്യോ ലോ ആണെങ്കിൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാൾ N/P റേഷ്യോ ലോ ആണെങ്കിൽ ഗ്രാഫിൻ്റെ താഴ്ഭാഗത്തായിരിക്കും അത് വന്ന് കിടക്കുക. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ വഴിയാണ് N/P റേഷ്യോ കൂട്ടാൻ സാധിക്കുക? ഇഫ് N/P റേഷ്യോ ഇസ് ലോ, നമ്മളത് എങ്ങനെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ N/P റേഷ്യോ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിനോമിനേറ്റർ ഹൈ ആണെന്നാണ്. സോ നമുക്ക് ആ ഹൈ ആയിട്ടുള്ള ഡിനോമിനേറ്റർ കുറയ്ക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടോൺ ആണ് ഡിനോമിനേറ്റർ, ഇവിടുത്തെ പ്രോട്ടോണിനെ എമിറ്റ് ചെയ്ത് കളയുക. ഓക്കെ, നമ്മൾ നേരത്തെ ന്യൂട്രോൺ ആയിരുന്നു, നമുക്ക് N/P റേഷ്യോ ഹൈ ആയിരുന്നപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ കൂടുതലാണ്. സോ നമ്മൾ ന്യൂട്രോണിനെ എമിറ്റ് ചെയ്ത് കളഞ്ഞു. N/P റേഷ്യോ ലോ ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഹൈ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടോണിനെ എമിറ്റ് ചെയ്ത് കളയുക. പ്രോട്ടോൺ എമിഷൻ, അതാണ് ഒന്നാമത്തെ മാർഗ്ഗം. പ്രോട്ടോൺ എമിഷൻ നമ്മൾ ന്യൂട്രോൺ എമിഷൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഹൈലി എനർജറ്റിക് പ്രോസസ്സാണ്. ബൈൻഡിങ് എനർജി വളരെ കൂടുതലാണ് പ്രോട്ടോണിൻ്റെ. സോ അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ എമിഷൻ വളരെ റെയറാണ്. നമുക്ക് അതിനകത്ത് എക്സാമ്പിളൊന്നും പറയാനില്ല. വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രോട്ടോൺ എമിഷൻ. അതാണ് ഒന്നാമത്തെ മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം, അവിടെ നമുക്ക് എന്തായിരുന്നു? ബീറ്റ എമിഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് പോസിട്രോൺ എമിഷനാണ്. പോസിട്രോൺ ഈസ് പോസിറ്റീവ് ഇലക്ട്രോൺ, അതായത് ബീറ്റയുടെ പോസിറ്റീവ് പാർട്ടാണ് പോസിട്രോൺ. പോസിട്രോൺ ഉണ്ടാകുന്ന ഇക്വേഷൻ കണ്ടോ? പ്രോട്ടോൺ ഗിവ്സ് ന്യൂട്രോൺ പ്ലസ് പോസിട്രോൺ പ്ലസ് ആൻറ്റി ന്യൂട്രിനോ. നമ്മുടെ നേരത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ 2 ആൾക്കാർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയെന്ന് വിചാരിക്കുക. ഇയാൾ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -1 എന്നുള്ളത് +1 ആയെന്ന് വിചാരിക്കുക. ന്യൂട്രിനോ ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും ആൻറ്റി ന്യൂട്രിനോ ആയെന്ന് വിചാരിക്കുക. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഇരിക്കും? പ്രോട്ടോൺ ഗിവ്സ്, ഈ ആരോ ഇങ്ങോട്ട് തിരിക്കണം, പ്രോട്ടോൺ ഗിവ്സ് ന്യൂട്രോൺ പ്ലസ് +1 0 പ്ലസ് ആൻറ്റി ന്യൂട്രിനോ, അങ്ങനെ വരും. ആ ഇക്വേഷനാണ് ഇവിടെ. പ്രോട്ടോൺ ഗിവ്സ് ന്യൂട്രോൺ പ്ലസ് ഇത് പോസിട്രോൺ, പോസിറ്റീവ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബീറ്റ പ്ലസ് എന്നും പറയാറുണ്ട്. പോസിറ്റീവ് ബീറ്റ പ്ലസ് ആൻറ്റി ന്യൂട്രിനോ. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു പോസിട്രോൺ ഉണ്ടാകുന്ന മാർഗ്ഗമാണിത്. അപ്പോൾ ഇങ്ങനെ പോസിട്രോൺ എമിഷൻ വഴിയും നമുക്ക് N/P റേഷ്യോ ലോ ആണെങ്കിൽ അതിനെ ഹൈ ആക്കാൻ സാധിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ വരുന്നത് കാർബൺ 611. ഞാൻ കാർബണിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാൻ കാരണം ബീറ്റ എമിഷൻ കാർബൺ 14 ആണ് നമ്മൾ എക്സാമ്പിൾ എടുത്തത്. സോ അപ്പോൾ നിങ്ങൾക്ക് പോസിട്രോൺ എമിഷൻ കാർബൺ 11 എന്ന് എളുപ്പം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. സോ കാർബൺ 11 അതിൻ്റെ ഒരു പ്രോട്ടോൺ ഡിവൈഡ് ചെയ്ത് ന്യൂട്രോണും പോസിട്രോണും ആൻറ്റി ന്യൂട്രിനോയും ആകും. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. നമ്മളിവിടെ പോസിട്രോൺ എഴുതി, ആൻറ്റി ന്യൂട്രിനോ എഴുതി, ന്യൂട്രോൺ നമ്മൾ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്ത് എഴുതുക ചെയ്യുക. ഓക്കെ, സോ B511 എന്നാണ് നമുക്ക് കിട്ടുക. 5 1 6, 11 0 11 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കേ, നമ്മുടെ ഒരു പ്രോട്ടോൺ ഡിവൈഡ് ചെയ്ത് ന്യൂട്രോൺ ആയി. അപ്പോൾ എന്ത് പറ്റും? അറ്റോമിക് നമ്പർ ഒന്ന് കുറയും അല്ലേ? 6ൽ നിന്ന് അത് 5 ആയി. അറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞു. മാസ് നമ്പറിന് വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ് നമ്പറിന് വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ N/P റേഷ്യോ ഹൈ ആണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ന്യൂട്രോൺ എമിഷൻ, ബീറ്റ എമിഷൻ. N/P റേഷ്യോ കുറവാണെങ്കിൽ കൂട്ടാൻ വേണ്ടി പ്രോട്ടോൺ എമിഷൻ, പോസിട്രോൺ എമിഷൻ. ഇവിടെ നമുക്ക് ഒരു മെത്തേഡും കൂടെയുണ്ട്. ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ അല്ലെങ്കിൽ K ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയും. ഇതും അത്ര കോമൺ ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സ് അല്ല, എങ്കിൽ പോലും നമുക്കിത് പറയണമല്ലോ. K ഇലക്ട്രോൺ ക്യാപ്ചർ നമുക്കറിയാം, നമ്മുടെ ന്യൂക്ലിയസിന് പുറത്ത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിൽ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ആ ഓർബിറ്റിന് നമ്മൾ പേര് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസ്, നടുക്ക് നമുക്ക് ന്യൂക്ലിയസ്, ചുറ്റും നമുക്ക് പല ഓർബിറ്റ്സ് ഉണ്ട്. ഇത് n=1, n=2, അല്ലെങ്കിൽ നമ്മൾ KLMN അങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക അല്ലേ? ഷെല്ലിന് നമ്മൾ പേര് കൊടുക്കുന്നത് KLMNOP അങ്ങനെയാണ് പേര് കൊടുക്കുക. n=1 നമ്മൾ K ഷെൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ചില ന്യൂക്ലിയസുകളിൽ
സംഭവമൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം N:P റേഷ്യോ കുറവാണെങ്കിൽ നമുക്ക് കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രോട്ടോണിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യണം. ഡിനോമിനേറ്റർ പ്രോട്ടോൺ ആണ്, പ്രോട്ടോണിൻ്റെ എണ്ണം കുറയ്ക്കണം. അതായത് ഒരു പ്രോട്ടോൺ മാറി കിട്ടിയാൽ മതി. അപ്പം നമുക്ക് N:P റേഷ്യോ ലോ ആയിട്ടുള്ളത് കൂടും. അപ്പം അതിന് ചെയ്യുന്നത് ഇവർ ഈ K ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ, 1s. K ഷെൽ എന്ന് പറഞ്ഞാൽ 1 ഓർബിറ്റൽ n=1 ആണല്ലേ. അവിടെ 2 ഇലക്ട്രോൺ അല്ല ഉണ്ടാവുക, എപ്പോഴും 2 ഇലക്ട്രോൺ കാണും. അത് ഒരു ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസ് അങ്ങ് അകത്തേക്ക് എടുക്കും. K ഇലക്ട്രോൺ ക്യാപ്ചർ, K ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് അങ്ങ് ക്യാപ്ചർ ചെയ്യും. ഓക്കെ, ക്യാപ്ചർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ K ഷെല്ലിലെ ഇലക്ട്രോണും ന്യൂക്ലിയസിനകത്തുള്ള എക്സ്ട്രാ നിൽക്കുന്ന പ്രോട്ടോണും ചേർന്നിട്ട്, പ്രോട്ടോണും ഇലക്ട്രോണും ചേരുമ്പോഴേക്കും ഒരാൾക്ക് പോസിറ്റീവ് ചാർജ്, ഒരാൾക്ക് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ ഉണ്ടാവും, ന്യൂട്രലായിട്ടുള്ള ന്യൂട്രോൺ ഉണ്ടാവും അല്ലേ. 1 - 1 0, 1 + 0 1, 0 1 എന്ന് പറയുന്ന ആൾ ന്യൂട്രോൺ ആണ്, പ്ലസ് ന്യൂട്രിനോയും പുറത്തേക്ക് വരും, ന്യൂട്രിനോയും ഉണ്ടാവും. ഓക്കെ, സോ K ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് അകത്തേക്ക് എടുത്തിട്ട് അകത്ത് വെച്ചിട്ട് ആ ഇലക്ട്രോണും എക്സസ് ആയിട്ടുള്ള ആ പ്രോട്ടോണും ചേർന്നിട്ട് ഒരു ന്യൂട്രോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വോയിഡ് വന്നില്ലേ, ഇവിടുത്തെ ഇലക്ട്രോൺ ഇയാൾ പിടിച്ചെടുത്തു, അപ്പോൾ ഇവിടെ ഒരു വോയിഡ് വന്നില്ലേ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അങ്ങോട്ട് തൊട്ടടുത്ത ഹയർ എനർജി സ്റ്റേറ്റിലെ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും, ഇവിടത്തേക്ക് പിന്നെ അടുത്ത ഷെല്ലിൽ നിന്ന് ഇങ്ങോട്ട് ചാടും. അങ്ങനെ ഹയർ എനർജിയിൽ നിന്ന് ജമ്പ് ചെയ്ത് ഇവിടുത്തെ വേക്കൻസി ഒക്കെ ഫില്ല് ചെയ്യും. ഓക്കെ, ഫലത്തിൽ എന്താ സംഭവിച്ചത്? ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞു, 1 കുറഞ്ഞു. ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 1 കുറഞ്ഞു, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും 1 കുറഞ്ഞു. പക്ഷേ ഒരു ന്യൂട്രോൺ എക്സ്ട്രാ ഉണ്ടായി. അതായത് നമ്മുടെ എലമെൻറ്റ് നേരെ തൊട്ട് താഴെയുള്ള എലമെൻ്റായിട്ട് മാറും. അറ്റോമിക് നമ്പർ 1 കുറയും. ഓക്കെ, എക്സാമ്പിൾ കണ്ടോ, ബെറിലിയം 47, അതിൻ്റെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ തന്നെ ഇലക്ട്രോണിനെ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇലക്ട്രോണിനെ K ഇലക്ട്രോണിനെ അത് അക്സെപ്റ്റ് ചെയ്തപ്പോഴേക്കും എന്ത് പറ്റി? 4 - 1 3, 707. അതായത് അറ്റോമിക് നമ്പർ 1 കുറഞ്ഞു, മാസ് നമ്പർ ചേഞ്ച് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഒരു ന്യൂട്രോൺ ഉണ്ടായി, അതുകൊണ്ടാണ് മാസ് നമ്പർ ചേഞ്ച് ചെയ്യാതെ 7 ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതും K ഇലക്ട്രോൺ ക്യാപ്ചറും നടക്കാറുണ്ട്. അത്ര കോമൺ അല്ല, പക്ഷേ അത് പോസിട്രോൺ എമിഷൻ ചെയ്യാൻ പറ്റാത്ത, പോസിട്രോൺ എമിഷനും പ്രോട്ടോൺ എമിഷനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ന്യൂക്ലിയസുകളുണ്ട്, എനർജി ഒട്ടും ഇല്ലാത്ത ന്യൂക്ലിയസുകൾ. അവരാണ് ഈ K ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുക. വളരെ റെയറാണ്, പക്ഷേ എക്സാമ്പിൾ ഒരെണ്ണം നിങ്ങൾ ഓർത്ത് വെക്കണം, ബെറിലിയത്തിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. സോ ഇങ്ങനെ നമുക്ക് 5 മോഡ്സ് ഓഫ് ഡീക്കേ ആണുള്ളത്. N:P റേഷ്യോ ഹൈ ആണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി 2 എണ്ണം, ന്യൂട്രോൺ എമിഷൻ, ബീറ്റ എമിഷൻ. N:P റേഷ്യോ ലോ ആണെങ്കിൽ കൂട്ടാൻ വേണ്ടി 3 മാർഗ്ഗങ്ങൾ, പ്രോട്ടോൺ എമിഷൻ, പോസിട്രോൺ എമിഷൻ ആൻഡ് ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ. ഓക്കെ, താങ്ക് യു.